ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് നോക്കിക്കേ, ഒത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇത് നോക്കുകയാണെങ്കിൽ ലാൽ മോട്ടോഴ്സ് കേട്ടോ. അത്യാവശ്യം വൈപ്പർ ബ്ലേഡ്, ഓയിൽ, ബ്രേക്ക് പാഡ്, ഓയിൽ, ഗിയർ ഓയിൽ, പിന്നെ വാഷിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്നത്തേക്കാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം ബാക്കിയുള്ളത്. ഒത്തിരി ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഈ ഒരു സൈഡൊക്കെ മൊത്തം ഡസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അകത്താണ് അത്യാവശ്യം കപ്പലിൻ്റെ എന്ന് വെച്ചാൽ ഇതൊക്കെ തല്ലിക്കൊണ്ടുപോകുന്നതാണോ നമ്മുടെ വണ്ടിയൊക്കെ, ബ്ലാക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇത് ഏത് വണ്ടിയാണെന്ന് അറിയുന്നില്ല. എനിക്കൊന്ന് 2008 BG 2008 2009 കാലഘട്ടങ്ങളിലെ വണ്ടി ആയിരിക്കാം മിക്കവാറും. ഒത്തിരി അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാഷിംഗ് വീഡിയോ ആണ്. ജസ്റ്റ് നമ്മൾ നിങ്ങളൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഇനി എപ്പോഴാണ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ബാക്കിലും ഒത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ ബാക്കിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതുണ്ടോ. ഈ ഒത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഒരു സോറി പറയണം കേട്ടോ. നമ്മളെ വണ്ടി ഒമിനി ഇന്ന് രാവിലെ തന്നെ 6 മണിക്ക് തന്നെ കഴുകിയിട്ട് കേട്ടോ. ഇതിപ്പോൾ അവരുടെ തന്നെ ഗോഡൗണാണ് കേട്ടോ. നമ്മുടെ ലാൽ മോട്ടോഴ്സ്. ഞാൻ മിക്ക വർക്കും ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മളെ ഒമിനിക്കൂട്ടൻ്റെ വാഷിംഗ് വീഡിയോ അവർ ചെയ്ത് വെച്ചേട്ടോ. പക്ഷേ ഞാൻ ഇന്നലെ അതിൻ്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതുണ്ടോ അത്യാവശ്യം വെൽ നീറ്റായിട്ട് കഴുകി നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും പിന്നെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റുണ്ട്. ഫ്ലാഷ് ഒന്ന് നോക്കിയിട്ട് ഇതുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകി നല്ല കുട്ടപ്പനാക്കി. പക്ഷേ അതിൻ്റെ വീഡിയോസ് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ താമസിച്ച് പോയി. നല്ല ഇപ്പോൾ കഴുകി ഇട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതുണ്ടോ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെൽ നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ് ഈ കമ്പനി. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ വാഷിംഗ് വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അത്രയും ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. ഒരു ഒമിനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണല്ലോ. നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണെങ്കിൽ നമ്മുടെ ഒമിനിയോടുള്ള ആ ഒരു സ്നേഹം കുഞ്ഞിലെ തൊട്ടുള്ള ഇതാണോ. അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാഷ് ചെയ്യുന്നതിന് ഏകദേശം 10-600 രൂപ, 500 രൂപ താഴെ, 500-ന് മുകളിലൊക്കെ ആവും കേട്ടോ. ഈ ഒമിനി വാനൊക്കെ കഴുകുന്നതിന്. ഓൾമോസ്റ്റ് വെൽ നീറ്റായിട്ട് കഴുകിയിട്ട് നല്ല കുട്ടപ്പനൊക്കെ. ഇന്നലെ കണ്ട സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഴുക്കും പൊടിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ കണ്ടാണല്ലോ. അത് അകത്തോട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് വീൽ കപ്പൊക്കെ കഴുകി. 3 വീൽ കപ്പേ ഉള്ളൂ, ഒരെണ്ണം പൊട്ടിപ്പോയി കാണും. സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി. എനിക്കൊന്ന് ഇപ്പോൾ കഴുകി ഇട്ടുള്ളൂ. ഇതുണ്ടോ പക്ഷേ ഇത്തിരി താമസിച്ച് പോയി. ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത്യാവശ്യം കഴുകി നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒമിനിയുടെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇതിന് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. വീഡിയോ അല്ല, വർക്കെല്ലാം കഴിഞ്ഞു. വാഷിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. വാഷിംഗ് എല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 500 രൂപയൊക്കെ വരും കേട്ടോ. നമ്മൾ ഇതേപോലത്തെ ഒമിനിയൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ വാഷിംഗ് വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ കൊടുത്തേക്കാം.